ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഭൂമിയുടെ സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള +1 അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ് ആണ്. നമ്മൾ ഈ ഒരു ക്ലാസ് ഓൾറെഡി പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഇവിടെ നിന്നും ചോദ്യങ്ങൾ 3 പ്രാവശ്യത്തോളം പ്രിലിംസിനും മെയിൻസിനുമായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ അടിത്തറ ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്ലാസ് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 10ാം ക്ലാസ് SCERT ടെക്സ്റ്റ് ബുക്കിന്റെ നമ്മുടെ ഒരു ക്ലാസ് ഇന്ന് രാവിലെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവര് കയറി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ നീണ്ട ഒരു ചാപ്റ്റേഴ്സ് ആണ്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ +1-ലെ. സോ നമുക്ക് മുഴുവൻ വായിച്ചു നോക്കാൻ നേരമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നോട്ട്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് +2-ലും ഡിഗ്രിക്കും ഒക്കെ തന്നെ. സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യമായിട്ട് പറയുന്ന പോയിന്റ് എന്താ? ഭൂമിയുടെ റേഡിയസ് എത്രയാണ്? 6370 കിലോമീറ്റർ ആണ് ഭൂമിയുടെ റേഡിയസ്. ഭൂമിയുടെ റേഡിയസ് എത്രയാണ്? 6370 കിലോമീറ്റർ ആണ്. ഇനി നമുക്ക് ഭൂമിയുടെ അകത്തെ പറ്റിയിട്ട് അറിയണമെങ്കിൽ ഇന്നേ വരെ ആരും അകത്തോട്ട് പോയിട്ടില്ല. അതാണ് സത്യം. ഇപ്പൊ ബഹിരാകാശത്തോട്ടൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട്. പക്ഷേ ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഭൗമ അന്തർഭാഗത്തെ സംബന്ധിച്ച് നമ്മുടെ അറിവുകൾ എന്താണ്? വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എങ്ങനെയാണത് രൂപീകരിച്ചിരിക്കുന്നത്? നിഗമനമാണ്, അല്ലെ? നമ്മൾ ഈ ഹൈപ്പോത്തിസിസ് ഒക്കെ പോലെ തന്നെ ഒരു എയർ ആണ് എറിഞ്ഞിരിക്കുന്നത്. നമ്മൾ പല രൂപത്തിലുള്ള പല കാര്യങ്ങളിൽ നിന്നും കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആരും അങ്ങോട്ട് പോയിട്ടില്ല. ഇനി നമുക്ക് പല രീതിയിൽ, പ്രധാനമായിട്ടും പല രീതിയിൽ നമുക്ക് ഈ ഒരു വിവരം ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. ഇൻഡയറക്റ്റ് ആയിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ഭൂമിയെ പറ്റിയിട്ട് ഉള്ളറകളെ പറ്റിയിട്ട് അറിയാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് പല സ്രോതസ്സുകളുണ്ട്. ഒന്ന് മൈനിങ് ആണ്. ഭൂമിയിൽ നമ്മൾ കുഴിച്ച് താഴോട്ട് പോവുക. അതിനകത്ത് കുഴിച്ച് താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഈ കണ്ടെത്തിയതിനകത്ത് ഏറ്റവും കുഴിച്ച് താഴോട്ട് പോയിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഭൂമിയിലെ ആഴമേറിയ ഖനിയുടെ ആഴം എന്ന് പറഞ്ഞാൽ 3 to 4 കിലോമീറ്റർ ആണ് മാക്സിമം നമ്മൾ കുഴിച്ചു പോയിട്ടുള്ളത്. അത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഇതെല്ലാം തന്നെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഈ സെയിം സംഭവത്തിന്റെ തന്നെ നോട്ട്സ് ആണ് ഞാനിപ്പോ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞുകൊണ്ട് തന്നെ വേണമെങ്കിൽ ആൾക്കാർക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ നോക്കിയിട്ടില്ലാത്തവർക്കാണെങ്കിൽ വേണമെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. ഇവിടെ കിടപ്പുണ്ട്. ഏകദേശം 6370 കിലോമീറ്റർ ആണ് ഭൂമിയുടെ ആരം എന്ന് പറയുന്നത്. നമുക്ക് നേരിട്ട് വിവരം ലഭിക്കാനുള്ള സ്രോതസ്സുകൾ വളരെ കുറവാണ്. പിന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പോയി പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിലും കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആഴത്തിൽ കുഴിച്ചിട്ടുള്ളത് ആഫ്രിക്കയിലെ ചില സ്വർണ്ണ ഖനികളാണ്. 3 to 4 കിലോമീറ്റർ വരെ താഴ്ചയിലേക്ക് പോകുന്നുണ്ട്. അതിലേക്കും താഴെ ഇതുവരെ ആരും പോയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ മറ്റ് പ്രോജക്ട്സുകളൊക്കെ ഉണ്ട്. ഡീപ്പ് ഓഷൻ ഡ്രില്ലിംഗ് പ്രോജക്ട്, ഇന്റഗ്രേറ്റഡ് ഓഷൻ ഡ്രില്ലിംഗ് പ്രോജക്ട് എന്നിവയൊക്കെ എന്ന് പറയുന്നത് അതാണ്. പിന്നീട് ആർട്ടിക് സമുദ്രത്തിലെ കോലായിൽ 12 കിലോമീറ്റർ താഴ്ചയിൽ തീർത്ത തുളയാണ് ഏറ്റവും ആഴത്തിലുള്ള. ഇപ്പൊ കടലിലേക്ക് പോകുന്ന സമയത്ത് 12 കിലോമീറ്റർ താഴ്ചയിൽ തീർത്തിട്ടുള്ള ഒരു തുളയുണ്ട്. അത് എവിടെയാണെന്നാ പറഞ്ഞത്? ആർട്ടിക് സമുദ്രത്തില് കോല എന്ന് പറയുന്ന റീജിയൻ ആണ്. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ടത്. അപ്പൊ ആരും സംശയിക്കേണ്ട, ആ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഡേറ്റാസും നമ്മൾ ഈ ക്ലാസ്സിൽ പറയും. അപ്പൊ ഒന്ന് ഖനനം ചെയ്തിട്ടാണ് നമുക്ക് ഭൂമിയുടെ ആഴത്തിലേക്ക് പോകുമ്പോൾ അടിയിലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അത് സൗത്ത് ആഫ്രിക്കയിലാണ് 3 to 4 കിലോമീറ്റർ. പിന്നെ ഡീപ്പ് ഓഷൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റ് ഉണ്ട്. സമുദ്ര പരിവേഷണ പ്രോജക്റ്റുകളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട 2 പ്രോജക്റ്റുകളാണ് ഡീപ്പ് ഓഷൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റും ഇന്റഗ്രേറ്റഡ് ഓഷൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റ്. ഭൂമിയിലെ ഏറ്റവും ആഴത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഡ്രിൽ ഏതാണ്, അഥവാ ഗർത്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക് സമുദ്രത്തിലെ കോല 12 കിലോമീറ്റർ ആണ് ഈ ഒരു ഗർത്തം പോകുന്നത്. പ്രീവിയസ് ചോദ്യമാണ്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വോൾക്കാനിക് ഇറപ്ഷൻസ് അഥവാ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. നമ്മൾ രാവിലെ തന്നെ പഠിച്ചു, അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അകത്തുള്ള ആ ഒരു എനർജിയാണ് പുറത്തേക്ക് പോകുന്നത്. സോ അകത്തുള്ള പല മെറ്റീരിയൽസും തെറിച്ച് വെളിയിലേക്ക് പോകാറുണ്ട്. അങ്ങനെ വെളിയിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന മാഗ്മ പരിശോധിച്ചിട്ട് അകത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് ഡയറക്റ്റ് വിവരങ്ങൾ. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന സ്രോതസ്സുകളാണ്: 1 ഊഷ്മാവ്, 2 മർദ്ദം. അതായത് മർദ്ദം എങ്ങനെയാണ്? ഭൗമ ഉപരിതലത്തിൽ നിന്നും താഴോട്ട് പോകുന്തോറും ചൂടും കൂടും പ്രഷറും കൂടും. പഠിച്ചു വയ്ക്കുക. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും താഴോട്ട് പോകുന്തോറും ടെമ്പറേച്ചറും പ്രഷറും കൂടി വരുന്നു. ഡെൻസിറ്റി എങ്ങനെയാണ്? ആഴം കൂടുന്നതിനനുസരിച്ചിട്ട് ശിലാവസ്തുക്കളുടെ സാന്ദ്രതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. എന്ത് പറ്റുന്നു? സാന്ദ്രതയും വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇനി നോക്കിക്കേ,
ഉൽക്ക എന്ന് പറയുന്നതാണ് അടുത്തത്. ഉൽക്ക മീൻസ് എന്താണ്? നമ്മൾ മുകളിൽ നിന്നുള്ള ഉൽക്ക കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ഭൗമ പദാർത്ഥങ്ങൾക്ക് സമാനമായ വസ്തുക്കൾ തണുത്തുറഞ്ഞിട്ടാണ് ഈ ഉൽക്ക രൂപപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഭൂമിക്കും സമാന ഘടന ഉള്ളത് എന്ന് നിഗമനത്തിൽ എത്തിച്ചു. ഈ മുകളിൽ നിന്ന് വീഴുന്ന ഉൽക്കയുടെ കാര്യമല്ല കേട്ടോ. ദെൻ ഭൂഗുരുത്വാകർഷണമാണ്. നമ്മൾക്കറിയാം ഭൂമിയുടെ വിവിധ അക്ഷാംശ പ്രദേശങ്ങളിൽ എന്ത് അനുഭവപ്പെടുന്നുണ്ട്? ഭൂഗുരുത്വം അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലായിടത്തും ഒരുപോലെയാണോ ഗുരുത്വാകർഷണം? ഒരുപോലെ അല്ല അല്ലെ? ധ്രുവ പ്രദേശങ്ങള് കൂടുതല്, അല്ലെങ്കിൽ ഭൂമധ്യരേഖ പ്രദേശങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് കുറവാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അത് പ്രീവിയസ് ചോദ്യമാണ്. അതായത് ധ്രുവ പ്രദേശങ്ങളിൽ പോളാർ റീജിയനിൽ ഭൗമകേന്ദ്രത്തോട് കൂടുതൽ അടുത്തതായതിനാൽ അവിടെ എന്തായിരിക്കും? അവിടെ ഗുരുത്വാകർഷണം കൂടുതലും. എന്നാൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഭൂകേന്ദ്രത്തിൽ നിന്ന് അകലെ ആയതുകൊണ്ട് അവിടെ ഭൂഗുരുത്വം കുറവാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു പ്രദേശത്തുള്ള പ്രതീക്ഷിത ഗുരുത്വാകർഷണ ബലവും അവിടുത്തെ യഥാർത്ഥ ഗുരുത്വാകർഷണ ബലവും തമ്മിലൊരു വ്യത്യാസം എപ്പോഴുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രദേശത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഉള്ള ഗുരുത്വാകർഷണവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഗുരുത്വാകർഷണ ബലവും തമ്മിലുള്ള നേരിയ വ്യത്യാസത്തിനെയാണ് നമ്മൾ ഗ്രാവിറ്റി അനോമലി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഗ്രാവിറ്റി അനോമലി. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗുരുത്വാകർഷണവും അവിടെ ഉള്ള യഥാർത്ഥ ഗുരുത്വാകർഷണവും തമ്മിലുള്ള വ്യത്യാസത്തിന്, ആ ബലത്തിനെ തമ്മിലുള്ള വ്യത്യാസമാണ് ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണേ. പിന്നുള്ളത് ഭൗമകാന്തിക മണ്ഡലമാണ്. അതായത് ഭൂവൽക്കത്തിലെ കാന്തിക വസ്തുക്കളെ വിശകലനം ചെയ്ത് നമ്മൾ പഠിക്കാറുണ്ട്. പിന്നെ ഭൂകമ്പ പ്രവർത്തനങ്ങൾ, അതായത് ഏറ്റവും വിവരം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഭൂകമ്പ പ്രവർത്തനം. അതായത് ഭൂകമ്പങ്ങളുടെ തരംഗങ്ങൾ നമ്മൾ രാവിലെ പഠിച്ചു. പ്രൈമറി, സെക്കൻഡറി, അതുപോലെ തന്നെ സർഫസ് വേവുകൾ ഉണ്ടെന്ന് പഠിച്ചു. അപ്പൊ ഈ ഭൂകമ്പ തരംഗങ്ങളെ കുറിച്ചുള്ള പഠനം ഭൂമിയുടെ പാളികളെ ഉള്ള ഘടനയെ വെളിവാക്കുന്ന ഒന്നാണ്. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ചേറെ സ്രോതസ്സുകൾ ഉപയോഗിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള സ്രോതസ്സുകളും ഉണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് അറിയാനുള്ളത് ഭൂകമ്പം. ഏറ്റവും കൂടുതൽ PS ചോദിച്ചിട്ടുള്ള മേഖല ഇതാണ്. ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭൂകമ്പം എന്താണ്? ഭൂമിക്കുണ്ടാകുന്ന കമ്പനം അഥവാ വൈബ്രേഷൻ ആണ്. നമ്മൾ പറഞ്ഞു എനർജി പുറത്തേക്ക് പോകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഭൂകമ്പം ഉണ്ടാവുന്നത്. സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി. ഭൂവൽക്ക ശിലാപാളികളിലെ വിടവുകളായ ഭ്രംശതലങ്ങളിലാണ് എന്തുണ്ടാവുന്നത്? ഭൂകമ്പം ഉടലെടുക്കുന്നത്. അതായത് എല്ലാ സ്വാഭാവിക ഭൂകമ്പങ്ങളും എല്ലാം ശിലാമണ്ഡലത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ചോദിച്ചിരുന്നു കേട്ടോ. ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇവിടം തൊട്ടിങ്ങോട്ട്, അതായത് എന്താണ് എപ്പി സെന്റർ, ഫോൾഡ്, എങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാവുന്നത്, ഫോക്കസ്, എപ്പി സെന്റർ, ഹൈപ്പോ സെന്റർ, അതുപോലെ ഈ ഒരു ചോദ്യം. എല്ലാ സ്വാഭാവിക ഭൂകമ്പങ്ങളും ശിലാമണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളെ പറ്റിയിട്ട് അധ്യായത്തിൽ പറഞ്ഞ സീസ്മോഗ്രാഫ്. ഇതിനകത്ത് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് PS പ്രിലിംസിന്. അതാണ് നമ്മൾ പറയുന്നത്. നോക്കിക്കേ, എല്ലാ ഭൂകമ്പങ്ങളും ഉണ്ടാവുന്ന എവിടെയാണ്? സ്വാഭാവികമായിട്ടുള്ളത് ശിലാമണ്ഡലത്തിലാണ്, ലിത്തോസ്ഫിയറിലാണ്, മുകൾ ഭാഗത്ത്. വിവിധ ദിശകളിലേക്ക് തരംഗ രൂപത്തിൽ ഭൂവൽക്കത്തിനുള്ളിൽ നിന്നും ഊർജം മോചിക്കപ്പെടുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാവുന്നത്. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്ന കേന്ദ്രത്തിനെ നമ്മൾ ഫോക്കസ് അഥവാ ഹൈപ്പോ സെന്റർ, എവിടെയാണോ ഊർജം വെളിയിലേക്ക് പോകുന്നത് അതാണ് നമ്മുടെ ഫോക്കസ്, പ്രഭവ കേന്ദ്രം എന്ന് വിളിക്കും. ഫോക്കസിന് മുകളിലേക്ക് ഒരു ലംബം പോലെ നമ്മൾ ഒരു വര നേരെ മുകളിലോട്ട് വരച്ചാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? എപ്പി സെന്റർ എന്ന് വിളിക്കും. ഈ ഒരു അതികേന്ദ്രത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം, അതായത് എവിടെയാണോ ഉണ്ടാവുന്നത് എനർജി റിലീസ് ആവുന്ന പോയിന്റ് ഫോക്കസ്, അതിന് നേരെ മുകളിലേക്ക് പോകുമ്പോൾ എപ്പി സെന്റർ. ഈ എപ്പി സെന്ററിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഭൂകമ്പത്തിന്റെ തരംഗം എത്തിച്ചേരുന്നത്. അതുപോലെ ഭൂകമ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ് ആണ്. ഭൂകമ്പത്തെ കുറിച്ചുള്ള പഠനം സീസ്മോളജി. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഭൂകമ്പ തരംഗങ്ങളെ പ്രധാനമായിട്ടും പ്രൈമറി, സെക്കൻഡറി, സർഫസ് എന്ന് തിരിക്കുന്നു അല്ലെ? അങ്ങനെയാ 10ാം ക്ലാസ് പഠിച്ചത്. ഇനി ഭൂകമ്പ തരംഗങ്ങളെ 2 തരത്തിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. +1 വരുമ്പോൾ അത് ബോഡി തരംഗം, പ്രതല തരംഗം. സർഫസ് നമ്മൾ പഠിച്ചു. ഏറ്റവും കൂടുതൽ വിനാശകാരികളായിട്ടുള്ളത് സർഫസ് തരംഗമാണ്. നമ്മൾ രാവിലെ പഠിച്ചതേ ഉള്ളൂ. ബോഡി തരംഗവും പ്രതല തരംഗവും. ഈ ബോഡി തരംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രഭവ കേന്ദ്രത്തിൽ രൂപപ്പെടുന്ന ബോഡി തരംഗങ്ങൾ ഭൗമാന്തര ഭാഗത്തു കൂടി എല്ലാ ദിശയിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ബോഡി തരംഗങ്ങളാണ് പ്രൈമറി, സെക്കൻഡറി എന്ന് പറയുന്നത്, പ്രാഥമികം, ദ്വിതീയം. അപ്പൊ ബോഡി തരംഗങ്ങൾ അഥവാ ബോഡി വേവ്സ് ആണ് P വേവും S വേവും. ഓക്കെ ആണേ. പിന്നുള്ളത് ഏതാ? നമ്മുടെ പ്രതല തരംഗം. അപ്പൊ ബോഡി വേവ്സ് Pയും Sഉം ആണ്. ഇതിനകത്ത് Pയും Sഉം എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈമറി മീൻസ് ഒന്നാമത്തെ എന്നുള്ളതല്ലേ, തുടക്കത്തിലെ എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് പ്രൈമറി ആണ്.
ഭൗമോപരിതലത്തിൽ ആദ്യം എത്തിച്ചേരുന്നത് ഇദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഈ പ്രൈമറി. അതുപോലെ ശബ്ദ തരംഗങ്ങളുടെ സാദൃശ്യത്തോടുകൂടിയ വേവ്സ് ആണിത്. ദ്രാവക വാതക പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ആളാണ് പ്രൈമറി. തരംഗങ്ങളുടെ സഞ്ചാരദിശയ്ക്ക് സമാന്തരമായിട്ടാണ് ഇവ കമ്പനം ചെയ്യുന്നത്. പ്രീവിയസ് ചോദ്യമാണ്. ഇനി സെക്കൻഡറി വരുന്ന സമയത്ത് എന്താണ്, ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്താൻ കുറച്ചേറെ സമയം വേണം. ആദ്യം പ്രൈമറി വന്ന് കുറച്ച് കഴിയുമ്പോഴേ സെക്കൻഡറി വരത്തുള്ളൂ. അതുപോലെ ഇതിന് എല്ലാത്തിനകത്തൂടെയും പോകാനുള്ള കഴിവില്ല. ഖരമാധ്യമത്തിൽ കൂടെ മാത്രമേ ഇത് സഞ്ചരിക്കത്തുള്ളൂ. ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിക്കുന്നത് സെക്കൻഡറി വേവ്സ് ആണ്. തരംഗങ്ങളുടെ സഞ്ചാര ദിശയ്ക്ക് ലംബമായിട്ട്, അതായത് തരംഗങ്ങൾ ഇങ്ങോട്ടാ പോകുന്നതെങ്കിൽ ഇതിന് ലംബമായിട്ടാണ് ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ലംബമായിട്ട് ഇങ്ങനെ ആയിരിക്കും. മറ്റത് ഇങ്ങനെ പോവുകയാണെങ്കിൽ പ്രൈമറി വേവ്സ് എങ്ങനെ തന്നെയായിരിക്കും, സമാന്തരമായിട്ടായിരിക്കും പോകുന്നത്. അതാണ് വ്യത്യാസം. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു പ്രതല തരംഗം. നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താ, സർഫസ് വേവ് ആണ് ഏറ്റവും കൂടുതൽ വിനാശം ഉണ്ടാക്കുന്നത്. അപ്പൊ ബോഡി തരംഗങ്ങൾ ഉപരിതല ശിലകളുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് പ്രതല തരംഗങ്ങൾ. ഈ ബോഡി പ്രൈമറി സെക്കൻഡറി വേവ്സ് മുകളിലെത്തിയിട്ട് അവിടെയുള്ള ശിലകളുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പം ഉണ്ടാവുന്നതാണ് സർഫസ് വേവ്സ്. ഏറ്റവും വിനാശകാരികളായിട്ടുള്ള ഭൂകമ്പ തരംഗം ഏതാ, സർഫസ് വേവ്സ് ആണ്. സീസ്മോഗ്രാഫില് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നതും ഇത് തന്നെയാണ്. ഇതിന് സഞ്ചാര ദിശയ്ക്ക് ലംബമായിട്ടാണ് ഇവിടെയും കമ്പനം. അപ്പൊ ലംബമായിട്ട് കമ്പനം ചെയ്യുന്നത് സെക്കൻഡറിയും പ്രതല തരംഗവും. ഇനി നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു ഈ ഒരു ഭൂകമ്പ തരംഗങ്ങളുടെ നിഴൽ മേഖല എന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. നിഴൽ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂകമ്പ തരംഗങ്ങള് സീസ്മോഗ്രാഫിൽ രേഖപ്പെടുത്താത്ത കുറച്ച് സ്ഥലങ്ങൾ കാണും. അതാണ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം രേഖകളുണ്ട്, ഇവിടെ എല്ലാം ഭൂകമ്പമുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളില് ഭൂകമ്പത്തിന്റെ ആ ഒരു വേവ്സ് കാണിക്കാത്ത ഏരിയാസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ നിഴൽ മേഖല എന്ന് വിളിക്കുന്നത്. അത് ഓരോ അതികേന്ദ്രത്തിന്റെയും നിഴൽ മേഖലകൾ വ്യത്യസ്ത. അതികേന്ദ്രം മീൻസ് എന്തായിരുന്നു, എവിടെയാണോ ഭൂകമ്പം ഉണ്ടാവുന്നത്, അതായത് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതാണ് അതികേന്ദ്രം, എപ്പിസെന്റർ. അവിടെ വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഓക്കെ, അപ്പൊ പി തരംഗത്തിന്റെ നിഴൽ മേഖല അതികേന്ദ്രത്തിൽ നിന്നും 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയ്ക്കായിരിക്കും. പി തരംഗം മീൻസ് പ്രൈമറി തരംഗത്തിന്റെ വേഗത, ആ ഒരു നിഴൽ മേഖല എന്ന് പറയുന്നത് 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്ക് ഇടയ്ക്കായിട്ടായിരിക്കും. അവിടെ ആ അത്രയും, അതായത് പ്രൈമറി വേവിന്റെ നിഴൽ മേഖല മീൻസ് അതിന്റെ വന്ന് ഉണ്ടാവുന്ന 105നും 145നും ഇടയ്ക്ക് കാണത്തില്ല. സെക്കൻഡറി ആവുന്ന സമയത്ത് 105ന് മുകളിൽ, അതായത് കണ്ടോ ഈ ഒരു 105ന് മുകളിലോട്ട് എത്ര ഡിഗ്രി ഉണ്ടോ അവിടെ ഒന്നും ഇത് കാണിക്കത്തില്ല, ഇവിടോട്ടൊന്നും ഇത് ബാധിക്കത്തേ ഇല്ല. ഇനി പലതരത്തിലുള്ള ഭൂകമ്പങ്ങളുണ്ട്. ടെക്ടോണിക് ഭൂകമ്പം, അതായത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഈ ടെക്ടോണിക് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, പ്ലേറ്റ്സ്. ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഇതാണ്. ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. അതായത് രണ്ട് പ്ലേറ്റ്സ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, അപ്പൊ ഒരെണ്ണം ഇങ്ങോട്ട് അങ്ങ് തെന്നിപ്പോയി. ഇങ്ങനെ രണ്ട് തെന്നി മാറുമ്പോഴാണ് ടെക്ടോണിക് ഭൂകമ്പം ഉണ്ടാകുന്നത്. പിന്നെ അഗ്നിപർവ്വതജന്യമാണ്, അതായത് അഗ്നിപർവ്വത സജീവ മേഖലയിൽ ഉണ്ടാവുന്നതാണ് അഗ്നിപർവ്വതജന്യ ഭൂകമ്പം. പിന്നെ കൊളാപ്സ് ഉണ്ട്, അതായത് ഖനികളുടെ മേൽത്തട്ട് തകർന്നു വീഴുമ്പോൾ ഉണ്ടാവുന്നത്. പിന്നെ വിസ്ഫോടനമുണ്ട്, നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആണവ വസ്തുക്കളുടെ സ്ഫോടനം മൂലം ഭൂമി കുലുങ്ങുക. പിന്നെ ജലസംഭരണി പ്രേരിതം, ഭയങ്കര ജലസംഭരണി ഉണ്ടാവുന്ന, നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, അണക്കെട്ടുകളൊക്കെ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ ഭൂകമ്പത്തിന്റെ റേറ്റ് കൂടുതലായിരിക്കും, അങ്ങനെ ഉണ്ടാവാം. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഭൂകമ്പം ഏതാണ്, ഈ പ്ലേറ്റ്സ് തെന്നി മാറുന്നതുകൊണ്ടുണ്ടാവുന്ന ടെക്ടോണിക് ഭൂകമ്പങ്ങളാണ്. ഇനി ഭൂകമ്പം അളക്കുന്നതിനെ പറ്റിയിട്ടാണ്. നമ്മൾ പ്രധാനമായിട്ടും തീവ്രത ന്യൂസിലൊക്കെ പറയുന്നത് അല്ലെ, ഇത്ര തീവ്രത എന്നുള്ളതാണ്. അപ്പം ഈ ഭൂകമ്പത്തിന് വ്യാപ്തിയുമുണ്ട് തീവ്രതയുമുണ്ട്. തീവ്രത അളക്കുന്നത് മെർക്കലി സ്കെയിലിലും വ്യാപ്തി അളക്കുന്നതാണ് റിക്ടർ സ്കെയില്. അപ്പം ഭൂകമ്പത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മൾ റിക്ടർ സ്കെയിലിലും, തീവ്രത അളക്കുന്നത് മെർക്കലി സ്കെയിലുമാണ്. ഇപ്പൊ വ്യാപ്തി അളക്കുന്നത് മോചിക്കപ്പെടുന്ന എനർജി, അതായത് ഈ വെളിയിലോട്ട് പോകുന്ന എനർജി കൊണ്ടാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എത്രത്തോളം എനർജി വെളിയിലേക്ക് പോയി അതനുസരിച്ചിട്ടാണ് നമ്മൾ വ്യാപ്തി, അതായത് 0 to 10 ആണ്. നമ്മൾ സുനാമിയുടെ കേസ് പറഞ്ഞപ്പോൾ 9.1 റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ 9.1 എനർജിയാണ് റിലീസ്ഡ് ആയത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി തീവ്രത എന്ന് പറയുമ്പോൾ അതിന്റെ സ്കെയിൽ 1 to 12 ആണ്, എന്താ മെർക്കലി സ്കെയിലിൽ പറയുന്നത്. അപ്പൊ ഭൂകമ്പം സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളുടെ എത്രത്തോളം ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തീവ്രത നമ്മൾ പറയുന്നത്. എത്ര ഊർജം പുറത്തേക്ക് പോകുന്നു അനുസരിച്ച് വ്യാപ്തിയും, എത്ര നാശനഷ്ടം ഉണ്ടായെന്നനുസരിച്ചിട്ട് തീവ്രതയും. തീവ്രതയുടെ റേറ്റ് 1 to 12 ആണ് മെർക്കലി സ്കെയിലില്. റിക്ടർ സ്കെയിൽ പറയുന്നത് 0 to 10 എടുക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അത് ഞാൻ പറയണ്ടല്ലോ. ഭൂകമ്പ ഫലമായിട്ടുണ്ടാവുന്നത് സുനാമി അതിൽ ഒന്നാണെന്ന് മാത്രം ഓർക്കുക. ഇനി ഭൂമിയുടെ ഘടനയാണ് പറയുന്നത്. ഭൂമിയുടെ ഘടനയില്
ഏറ്റവും മുകളിൽ എന്താണ്? ഭൂവൽക്കമാണ് അല്ലെ, ഭൂവൽക്കമാണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള കരഭാഗമാണ് ഭൂവൽക്കം. ശിലാനിർമ്മിതമായിട്ടുള്ള കട്ടിയുള്ള ഭാഗമാണിത്. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. അതായത് സമുദ്രത്തിന്റെ അടിത്തട്ടിലും ഭൂമി തന്നെയല്ലേ. സോ സമുദ്രത്തിന്റെ ആ ഒരു ഭൂവൽക്കത്തിന് നമ്മുടെ വൻകരയെ അപേക്ഷിച്ചിട്ട് കട്ടി കുറവാണ്. അതുപോലെ വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത എന്ന് പറയുന്നത് 2.7 ഗ്രാം ഘന സെന്റിമീറ്റർ ആണെങ്കിൽ സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത കൂടുതലാണ്, 3 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. അതുപോലെ സമുദ്രതട ഭൂവൽക്ക ഭാഗം കാണപ്പെടുന്ന ശില പ്രധാനമായിട്ടും ബസാൾട്ട് ആയിരിക്കും. ഏതാണ്? ബസാൾട്ട്. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഭൂവൽക്ക ഭാഗം പ്രധാനമായിട്ടും ബസാൾട്ട് ആയിരിക്കും. അപ്പൊ ആർക്കാ സാന്ദ്രത കൂടുതൽ? സമുദ്ര ഭൂവൽക്കത്തിനായിരിക്കും. ദെൻ രണ്ടാമത്തെ ആളാണ് മാൻഡിൽ. അപ്പൊ ഏറ്റവും മുകളിലാണ് എന്ത് വരുന്നത്? ഭൂവൽക്കം വരുന്നത്. അതിനുശേഷം മാൻഡിൽ ഉണ്ടാവുന്നു. മാൻഡിൽ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉള്ളറയില് ഭൂവൽക്കത്തിന് തൊട്ട് താഴെയാണ് മാൻഡിൽ ഉള്ളത്. അപ്പൊ ഇതിനെല്ലാം നമുക്കറിയാം മൊഹോറോവിക്ക് അതുപോലെ വിച്ഛിന്നതകളുണ്ട് അല്ലെ, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ ഗ്യാപ്പുകളുണ്ട്, വേർതിരിക്കുന്ന ഭാഗം. ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മൊഹോറോവിക് വിച്ഛിന്നത, അഥവാ മോഹോ വിച്ഛിന്നത എന്ന് വിളിക്കും. മോഹോ വിച്ഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ വരെ മാൻഡിൽ വ്യാപിച്ചിട്ടുണ്ട്. അതായത് ഭൂവൽക്കത്തിനെയും മാൻഡിലെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഈ മൊഹോറോവിക് ഡിസ്കണ്ടിന്യൂറ്റി അഥവാ മോഹോ വിച്ഛിന്നത. ഈ മോഹോ വിച്ഛിന്നതയിൽ തുടങ്ങിയിട്ട് 2900 കിലോമീറ്റർ വരെ മാൻഡിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ട് തുടങ്ങും. അപ്പൊ ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെ നമ്മൾ ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത്. ശിലാമണ്ഡലം ഏതാ? ഭൂവൽക്കം ഏറ്റവും മുകളിൽ, അതിന്റെ തൊട്ട് താഴെ മാൻഡിലിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം ചേർന്നിട്ടാണ് നമ്മൾ ശിലാമണ്ഡലം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ശിലാമണ്ഡലം എന്തായിരുന്നു? ശിലാമണ്ഡലം എല്ലാ സ്വാഭാവിക ഭൂകമ്പങ്ങളും ഉണ്ടാവുന്ന ആ ഏരിയയെ നമ്മൾ ശിലാമണ്ഡലം എന്ന് വിളിച്ചു അല്ലെ. അത് ഏതാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയായിട്ട് ദ്രാവകാവസ്ഥയിൽ, അതായത് അർദ്ധദ്രാവകാവസ്ഥയിൽ ജെല്ല് പോലെ ഇരിക്കുന്ന മാൻഡിലിന് ഒരു ഭാഗമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് അസ്തനോസ്ഫിയർ അഥവാ മാഗ്മയുടെ പ്രഭവ കേന്ദ്രം. ഇതാണ് അസ്തനോസ്ഫിയർ. ജെല്ല് പോലെ ഇരിക്കുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന സാധനം സ്ഥിതി ചെയ്യുന്നത് ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെ മാൻഡിലിന്റെ ഭാഗമാണ്. സാന്ദ്രത 3.4 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് കാമ്പ് വരുന്നത്. അപ്പൊ ഭൂമിയുടെ ഏറ്റവും അകത്തെ പാളിയാണ് കാമ്പ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരിക്കും അവിടെ. പ്രധാനമായിട്ടും നിക്കല്, ഇരുമ്പ് എന്നീ ഘനലോഹങ്ങളാണ് കാമ്പിനകത്തുള്ളത്. അതുപോലെ കാമ്പിന് നിഫെ, നിക്കലും ഇരുമ്പിന്റെ അയൺ ആയതുകൊണ്ട് നിഫെ എന്നുള്ള പേരും കൂടെ ഉണ്ട്. സാന്ദ്രത കൂടുതലാണ്, 5 to 13 ഗ്രാം ആണ്. അപ്പൊ താഴോട്ട് പോകുമ്പോൾ സാന്ദ്രത കൂടി വരികയാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന അഗ്നിപർവ്വതങ്ങളെ പറ്റിയിട്ടാണ്. അഗ്നിപർവ്വതം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നും വാതകം, ചാരം ഇതെല്ലാം വെളിയിലോട്ട് വരുന്നത് എപ്പോഴാണ്? അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോഴൊക്കെയാണ്. ചിലത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. ചിലയിടത്ത് സജീവ അഗ്നിപർവ്വതമുണ്ട്, ചിലയിടത്ത് അത്ര സജീവമൊന്നും ആയിരിക്കത്തില്ല. അപ്പൊ ഉപരിമാൻഡിലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രാവകത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത് വിളിക്കും? മാഗ്മ എന്ന് വിളിക്കും. ഈ മാഗ്മ പുറത്തേക്ക് പൊട്ടിത്തെറിച്ച് ഒഴുകി കഴിയുമ്പോൾ അത് തണുത്തായി കഴിയുമ്പോൾ എന്ത് വിളിക്കും? ലാവ എന്ന് വിളിക്കും. അതും നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തു. ഈ പറഞ്ഞുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അഗ്നിപർവ്വതങ്ങളുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു 10ാം ക്ലാസ്സിൽ. ഷീൽഡ് അഗ്നിപർവ്വതം ഉണ്ട്, കോമ്പോസിറ്റ് ഉണ്ട്, കാൽഡറയുണ്ട്, ഫ്ലഡ്, ബസാൾട്ട്, പ്രൊവിൻസസ് കേട്ടോ, പ്രൊവിൻസസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സമുദ്ര അന്തർപർവ്വത നിര അഗ്നിപർവ്വതം ഉണ്ട്. അതിനകത്ത് എന്താണ് ഈ ഷീൽഡ് അഗ്നിപർവ്വതം? ഏറ്റവും വിസ്തൃതമായിട്ടുള്ള അഗ്നിപർവ്വതമാണത്. അതുപോലെ ബസാൾട്ട് ലാവ കൊണ്ടാണ് ഈ ഷീൽഡ് നിർമ്മിച്ചിരിക്കുന്നത്. ബസാൾട്ട് ലാവ കൊണ്ട്. അഗ്നിപർവ്വത നാളിയിലേക്ക് ജലം വന്നെത്തുമ്പോൾ ഇവ എന്തായിട്ട് മാറും? സ്ഫോടനാത്മകമാവും. എപ്പോഴാണോ ജലമായിട്ട് കൂട്ടിമുട്ടുന്നത് അപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്. ലാവയിൽ നിന്നുള്ള ഘനവസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ട് അഗ്നിപർവ്വതങ്ങളുടെ മധ്യഭാഗത്തായിട്ട് എന്ത് കാണപ്പെടും? കൂര കാണപ്പെടും. എക്സാമ്പിൾ ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതമാണ്. ദെൻ കോമ്പോസിറ്റ് പറഞ്ഞു. അപ്പൊ ബസാൾട്ടിനേക്കാളും ചൂട് കുറഞ്ഞതും കട്ടിയുള്ളതുമായിട്ടുള്ള ലാവയാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ സ്ഫോടനാത്മകത വളരെ കൂടുതലായിരിക്കും. ലാവയ്ക്കൊപ്പം ഉരുകാത്ത ശിലാഖണ്ഡങ്ങളും ചാരവും വൻതോതിൽ വന്നു ചേർന്നിട്ട് അഗ്നിപർവ്വത നാളിക്ക് ചുറ്റും അടിഞ്ഞുകൂടുകയും ഇത് പാളികളായിട്ടുള്ള അഗ്നിപർവ്വത മുഖമുണ്ടാക്കുകയും ചെയ്യുന്നു. ദെൻ കാൽഡറ എന്ന് പറയും. ഏറ്റവും വിസ്ഫോടകരമായിട്ടുള്ള അഗ്നിപർവ്വതം ഈ കാൽഡറയാണ്. സ്ഫോടനത്തിലൂടെ വലിയ കുഴികളൊക്കെ ഉണ്ടാവുന്നത് ഇവിടെയാണ്. അഗ്നിപർവ്വത മുഖം തകർന്നടിഞ്ഞിട്ട് രൂപപ്പെടുന്ന ഈ വിശാലമായിട്ടുള്ള കുഴിയെയാണ് നമ്മൾ ശരിക്കും എന്ത് വിളിക്കുന്നത്? കാൽഡറ എന്ന് വിളിക്കുന്നത്. കാൽഡറ, കോമ്പോസിറ്റ്, ഷീൽഡ് ഇങ്ങനെ പലതരം അഗ്നിപർവ്വതങ്ങളുണ്ട്. പിന്നെ ഫ്ലഡ്, ബസാൾട്ട്, പ്രൊവിൻസസ്. അതായത് ഏറ്റവും കൂടുതൽ ദ്രവ സ്വഭാവമുള്ള ലാവ കൂടുതൽ ദൂരങ്ങളിലേക്ക് പരക്കുന്നത് ഈ ഫ്ലഡ് പേര് പോലെ തന്നെ വെള്ളപ്പൊക്കം എന്നുള്ള രീതിയിലാണ്. ഇത് ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. 50 മീറ്ററിലധികം കനമുള്ള സൈസാണിത്. ഡെക്കാൻ ട്രാപ്പ് ചോദിക്കും. ഡെക്കാൻ ട്രാപ്പ് എന്താണ്? ഒരു ഫ്ലഡ്, ബസാൾട്ട്, പ്രൊവിൻസസ് ടൈപ്പ്
അഗ്നിപർവ്വതമാണ് ഡെക്കാൻ ട്രാപ്പ്. പിന്നെ സമുദ്രത്തിനടിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ലോക സമുദ്രങ്ങളുടെ മധ്യഭാഗത്തായിട്ട് രൂപം കൊണ്ടിട്ടുള്ള പർവ്വത നിരകളിലാണ് ഈ ഒരു സമുദ്രാന്തർ പർവ്വതനിര അഗ്നിപർവ്വതങ്ങൾ. അപ്പൊ കുന്നുകളുടെ മധ്യഭാഗം നിരന്തരമായ അഗ്നിപർവ്വത, അതൊന്നും നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, അടിയിൽ ഇങ്ങനെ സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞുകൊണ്ട് തന്നെ അഗ്നിപർവ്വത ഭൂരൂപങ്ങളുണ്ട്. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചിട്ട് പുറത്തേക്ക് വരുമ്പം പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാവാറുണ്ട്, ശിലകൾ പോലെയുള്ളത്. അതിനെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുന്ന ഒന്ന് അഗ്നിപർവ്വത ജന്യശിലകളുമുണ്ട്, പാതാള ശില എന്ന് പറയും. പാതാള ശില, അഗ്നിപർവ്വതജന്യ ശില എന്ന് പറയുമ്പോൾ ഉപരിതലത്തിൽ ശിലാരൂപീകരണം നടക്കും. പാതാള ശില എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പാതാളം എന്ന് പറയുമ്പോൾ ഭൂമിക്ക് അടിയിൽ എന്നുള്ളതാണ്. ഭൂവൽക്കത്തിനുള്ളിൽ ശിലാരൂപീകരണം നടക്കുന്നതാണ് പാതാള ശിലകൾ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിനുള്ളിൽ തണുത്തുറയുന്ന ലാവ ഉണ്ടാക്കുന്ന ശിലാരൂപങ്ങളെ ആന്തരാഗ്നേയ ശിലാരൂപം, ഈ പറഞ്ഞുകൊണ്ട് തന്നെ അകത്ത് വെച്ച് തന്നെ തണുത്തുറയുവാണെങ്കിൽ, ലാവ വെളിയിൽ വന്നാലല്ല നമുക്ക് കാണാൻ പറ്റും, അകത്ത് വെച്ച് തന്നെ തണുത്തു പോവുകയാണെങ്കിൽ അങ്ങനെ ശിലാരൂപങ്ങളും രൂപങ്ങളൊന്നാണ് ആന്തരാഗ്നേയ ശിലാരൂപം. പ്രധാനപ്പെട്ട ആന്തരാഗ്നേയ ശിലാരൂപങ്ങളാണ്, പ്രീവിയസ് ചോദ്യം, ബാത്തോലിത്ത്, ലാക്കോലിത്ത്. ലിത്ത് മീൻസ് കല്ല് എന്നുള്ളതാണ്. ലാപ്പോലിത്ത്, ഫാക്കോലിത്ത്, സ്ലിറ്റുകള്, ഷീറ്റുകള്, ഡൈക്ക് തുടങ്ങിയവ. അപ്പൊ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആന്തരാഗ്നേയ ശിലാരൂപങ്ങൾക്ക് എക്സാമ്പിൾ ബാത്തോലിത്ത്, ലാക്കോലിത്ത്, ലാപ്പോലിത്ത്, ഫാക്കോലിത്ത്, സ്ലിറ്റുകള്, ഷീറ്റുകള്, ഡൈക്ക്. പിന്നെ അത് ഈ ബാത്തോലിത്ത് എന്ന് പറയുമ്പം ഭൂവൽക്കത്തിന്റെ അടിഭാഗത്ത് ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന വലിയ ഈ ഒരു ആഗ്നേയ ശിലകളാണിവ. അതിവിസ്തൃതമായി കാണപ്പെടുന്നു. ഗ്രാനൈറ്റ് ശിലകളാണ്. ആഗ്നേയ ശിലകൾ പഠിക്കുമ്പോഴും നമ്മളിത് പറയാറുണ്ട്, ഗ്രാനൈറ്റ് ശിലകളാണ് ബാത്തോലിത്ത്. ഒന്നാകെ തണുത്തുറഞ്ഞ മാഗ്മ അറകളാണിവ. ലാക്കോലിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മകുടമില്ലേ, മകുടം പോലെ ഭൂവൽക്കത്തിനുള്ളിൽ രൂപപ്പെടുന്നവരാണ്. താഴെ നിന്നും കുഴൽ സമാനമായ നാളിയോട് കൂടിയ പരന്ന അടിത്തട്ടാണ് ഇവയ്ക്ക്. കർണാടക പീഠഭൂമിയിലൊക്കെ ഗ്രാനൈറ്റ് കുന്നുകള് ലാക്കോലിത്ത് കൊണ്ടാണ്. ലാപ്പോലിത്ത് എന്ന് പറയുമ്പോൾ കോൺകേവിന്റെ ആകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. ഫാക്കോലിത്ത് എന്ന് പറയുമ്പോൾ തരംഗ രൂപത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നതാണ്. സിൽറ്റ് അഥവാ ഷീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, തിരശ്ചീനമായിട്ട് ആഗ്നേയ ശിലാരൂപങ്ങൾക്ക് നേരിയ കനമേ ഉള്ളുവെങ്കിൽ അവയാണ് നമ്മൾ ഷീറ്റുകൾ എന്നും കനം കൂടുതലുള്ളവയെ സില്ലുകൾ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ. ഡൈക്ക് എന്ന് പറയുമ്പം ശിലാദ്രവം ലംബ ദിശയിൽ തണുത്തുറഞ്ഞ് ഭിത്തികൾക്ക് സമാനമായി രൂപപ്പെടുന്ന ആന്തരാഗ്നേയ രൂപങ്ങളാണ്. അതുകൊണ്ട് ഈ പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട് എല്ലാം തന്നെ. അപ്പൊ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ശിലകൾ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഈ എടുത്തൊന്ന് പഠിക്കണം ഏതൊക്കെയാണ് ശിലകൾ എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു +1 ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഭൂമിയുടെ ഉള്ളറ നമ്മൾ പഠിച്ചു. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഹോട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ നോട്ടുകൂടെ പ്രിപ്പയർ ചെയ്ത് പോവുക. അതുകൊണ്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.